ഓ, കൊച്ചമ്മ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. കേസ് വല്ലതും കിട്ടിയോ? കേസ് വരും പോവും, അതൊന്നും കണ്ട ചന്ദ്ര സന്തോഷിക്കില്ല. അതിനേക്കാളും വലിയൊരു സംഭവം ഇന്നുണ്ടായി. അഡ്വക്കേറ്റ് പരമേശ്വരൻ എന്ന് കേട്ടിട്ടുണ്ടോ? അഡ്വക്കേറ്റ് പാർവതിയുടെ ഭർത്താവാണോ? തമാശ. ഇന്ന് ഈ സിറ്റിയിലെ മികച്ച വക്കീലന്മാരുടെ കൂട്ടത്തിലാ പരമേശ്വരൻ സാറിന്റെ പേര്. അദ്ദേഹം ഇന്ന് വക്കാലത്ത് ഏറ്റെടുത്തു. ആരുടെ ആയിരിക്കും? നിന്റെയാണ്. ഞാൻ കേസുകളിലൊന്നും പ്രതിയല്ലല്ലോ. പ്രതിയാവുമല്ലോ അടുത്ത് തന്നെ. ആ, അതാവും. ഞാനല്ല, നിങ്ങള്. ഗാർഹിക പീഡനം, അതായിരിക്കും വകുപ്പ്. അങ്ങനെ ഒരു വകുപ്പിട്ടാലേ എന്നെ രക്ഷിക്കാൻ എന്റെ ആങ്ങളെയുണ്ട്. അവനൊരു പ്രഗത്ഭനായ വക്കീലാണെന്ന് അറിയാലോ നിനക്ക്. ഞാനേ അവനെ വെച്ചങ്ങ് കേസ് വായിക്കാളാ. ഗാർഹിക നിയമങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അല്ലെങ്കിൽ അതൊക്കെ ഇപ്പൊ എന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്നത്? പരമേശ്വരൻ സാറ് വക്കാലത്ത് ഏറ്റെടുത്തത് എന്തിനാണെന്ന് പറയാം. വിഷ്ണുവിനെ പുറത്തിറക്കാൻ. വിഷ്ണു അടുത്ത് തന്നെ പുറത്തിറങ്ങും. സൂക്ഷിച്ചിരുന്നോളം പറ നിങ്ങളുടെ ആങ്ങളയോട്. വിഷ്ണു എന്ന തട്ടിപ്പുകാരനെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നേനെ സിദ്ധു എന്തിനാ സൂക്ഷിക്കുന്നത്? അല്ല, ഇടപാട് മുഴുവൻ നിങ്ങൾ തമ്മിലല്ലേ? അപ്പൊ നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടത്? വിഷ്ണു അകത്ത് പോവാൻ ആരൊക്കെയാണോ കാരണം അവരൊക്കെ അനുഭവിക്കേണ്ടി വരും. നല്ല പകയുള്ള ആളാണ് വിഷ്ണു. എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റവും ഉണ്ട്. അവസാനം എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോ എന്നെ കുറ്റം പറയരുത്. ആദ്യം അവനെ ജയിലിൽ നിന്ന് ഇറങ്ങുമോ എന്നൊന്ന് ഉറപ്പാക്കും. എന്നിട്ടല്ലേ പകയും തിരിച്ചടിയൊക്കെ. സിദ്ധുവിനെ തൊട്ടാലേ അവൻ പിന്നെ ഈ ഭൂമുഖത്ത് കാണത്തില്ല. നിനക്ക് മാത്രമല്ല ബന്ധുക്കളും സ്വാധീനവും ഒക്കെ ഉള്ളത്, അത് ഞങ്ങൾക്കും ഉണ്ട്. അതെടുത്ത് ഉപയോഗിച്ചാലുണ്ടല്ലോ അവൻ വന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ തിരിച്ചോടും. ജയിലിലേക്കല്ല, ആശുപത്രിയിലേക്ക്. പല്ലിന്റെ എണ്ണം കുറയും, എല്ലിന്റെ എണ്ണം കൂടും. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട സിദ്ധു അല്ല, നിന്റെ വിച്ചിനുവാ. ഓർത്തോ. ഹോസ്റ്റൽ ഒഴിഞ്ഞോ മോളെ? ആ, ഒഴിഞ്ഞു മുത്തശ്ശി. ആ ദേ, ഇനി ഇതാണ് മോളുടെ വീട്. ഇനി മുതല് ഞങ്ങളുടെ നിത്യമോളാ നീ. മോൾക്കിവിടെ നിത്യമോളുടെ മുറി ഉപയോഗിക്കാം. എന്താ പ്രിയ, ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? പറഞ്ഞ ചേച്ചി വിശ്വസിക്കില്ല. ഈ വീട് എനിക്ക് പരിചയമില്ലാത്തതായിട്ടല്ല തോന്നുന്നത്. ഒരുപാട് കാലം താമസിച്ച ഒരു സ്ഥലത്തേക്ക് തിരിച്ചെത്തിയ പോലൊരു തോന്നലാ. അങ്ങനെ തന്നെയാ വേണ്ടത്. ഈ വീട് ഞങ്ങളും ഒന്നും ഇനി മോൾക്ക് അന്യരല്ല. ദേ, ഇത് മോളുടെ ചേച്ചിയാ, ഞാൻ മുത്തശ്ശിയാ. അമ്മയുണ്ട്, അച്ഛനുണ്ട്, ശരത്തേട്ടനുണ്ട്. ഏത് ശരത്തേട്ടൻ? ആ ഏട്ടനെ കുറിച്ചൊക്കെ ഇവൾക്ക് നന്നായിട്ട് അറിയാം. തന്നെയല്ല, ഇവൾക്ക് സ്നേഹിക്കാനും അനുസരിക്കാനും ഒരേട്ടൻ വേറെ ഉണ്ട്, ഇവളുടെ സ്വന്തം ഏട്ടൻ. പുറത്തുനിന്നൊരേട്ടന്റെ ആവശ്യം തൽക്കാലം ഇവൾക്കില്ല. ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ, വേണ്ടെങ്കിൽ വേണ്ട. ദേ, ഒരപേക്ഷയുണ്ട്. ഞങ്ങളുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് ഇവിടെ നീ ഞങ്ങളുടെ ശത്രുവാക്കരുത്. ഞാൻ എപ്പോഴാ മുത്തശ്ശി നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുള്ളത്? ആരോടാ പറഞ്ഞിട്ടുള്ളത്? നിത്യമോള് നിങ്ങൾക്കെതിരായത് നിങ്ങൾ ശരത്തിന്റെ കൂടെ നിന്നതുകൊണ്ടായിരുന്നു. ബുദ്ധിയുള്ള പെൺകുട്ടികൾക്ക് ശരത്തിനെ ഒറ്റ നോട്ടം കണ്ടാൽ മനസ്സിലാവും.
അതുകൊണ്ട് ഇവളോട് അവനെ പുകഴ്ത്തി പറയാനെന്ന് നിൽക്കണ്ട. അങ്ങനെ ചെയ്താ നിത്യമോളെ പോലെ പ്രിയെ നിങ്ങൾക്ക് എതിരാവും. യോ, ഞാൻ ഒന്നിനും ഇല്ലേ. നിങ്ങളായി നിങ്ങളുടെ പാടായി. മോളേന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേൾക്കാൻ നിത്യ പോലെ ഒരാള്. അതാ ഞങ്ങൾക്ക് നീ. മോളെ എപ്പോഴും ഇവിടെ ഉണ്ടാവണം, അതേ ഉള്ളൂ ഞങ്ങൾക്ക്. ഉണ്ടാവും മുത്തശ്ശി, ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് മതി, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. പ്രിയവാ, എന്താ ആലോചിക്കുന്നേ? നിത്യമോളെ കുറിച്ച് ഓർക്കുമായിരുന്നു മോളെ. എന്തൊക്കെ കഷ്ടപ്പാടുകളാ എന്റെ കുഞ്ഞ് അനുഭവിച്ചത്. കുറെ കാലം തളർന്നു കിടന്നു. അത് ഓർമ്മയില്ലേ മോക്ക്? അന്ന് എന്തൊക്കെ ചികിത്സകളാണ് നടത്തിയത്, എന്തുമാത്രം വഴിപാടുകൾ നടത്തി. എല്ലാം ഓർമ്മയുണ്ട് അച്ഛ. ഒന്നും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അന്ന് എങ്ങനെയെങ്കിലും അവളൊന്ന് എണീറ്റ് നടന്നാൽ മതിയെന്നായിരുന്നു. ഇപ്പൊ തോന്നുക അത് വേണ്ടായിരുന്നു എന്ന്. എന്റെ കുഞ്ഞ് ആ അവസ്ഥ തന്നെ കിടന്നിരുന്നെങ്കിൽ ഇപ്പൊ ജീവനോടെയെങ്കിലും ഉണ്ടാവുമായിരുന്നു. അല്ലേ മോളെ? എല്ലാം എന്റെ തെറ്റാ. ഞാനൊരു നല്ല അച്ഛനായില്ല. ശരത്തിന്റെ ആലോചന വന്നപ്പോൾ തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ് മറ്റൊരാളിനെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിക്കണമായിരുന്നു. അത് ചെയ്യാതെ വൈകിപ്പിച്ചു. അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരു ഗതികേടുണ്ടായത്. തെറ്റ് ചെയ്തത് ഞാനാ. ഞാൻ എൻ്റെ കടമകള് കൃത്യസമയത്ത് ചെയ്തില്ല. ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ കുഞ്ഞ് ഈ വീട്ടിലുണ്ടാകത്തില്ലായിരുന്നു. അച്ഛൻ വിഷമിക്കില്ലേ? അച്ഛൻ വിഷമിച്ച അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല.